എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. 1201 ആണ്ട് കന്നിമാസം 2-ാം തീയതി വ്യാഴാഴ്ചയാണ്. ഇന്ന് നമുക്ക് എങ്ങനെയുണ്ട് എന്ന് പരിശോധിച്ച് നോക്കാം. അതിനു മുമ്പായി വ്യാഴം ഗുരുവാണ്. ഗുരുവിനെ സ്മരിക്കുക. ഗുരുഭ്യോ നമ. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം എല്ലാത്തിലും മികച്ചതാണ്. ഹോൾ പ്രൊവൈഡറാണ്. എല്ലാവർക്കും എല്ലാ ഭാഗ്യങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന വലിയ ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് വ്യാഴത്തെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം നോക്കാം. ഇന്ന് വിഷ്ണുവിൻ്റെ ദിവസമാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം, അവതാര വിഷ്ണുവായ ശ്രീകൃഷ്ണസ്വാമിയുടെയും രാമസ്വാമിയുടെയൊക്കെ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നത് വളരെ ഗുണകരമായിരിക്കും. ഇന്ന് നമുക്ക് മേടക്കൂറുകാരുടെ ഫലം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ കൂറുകാർക്ക് ഇന്നും കുറച്ച് മൗഢ്യം അനുഭവപ്പെട്ടേക്കാം. പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ നടക്കാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഉച്ചയോടുകൂടി പ്രതീക്ഷാനിർഭരമായ ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. അതേപോലെ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ചില തീരുമാനങ്ങൾ കൂട്ടായ്മയോടുകൂടി തീരുമാനിക്കുന്നതാണ്. പ്രതീക്ഷകൾ വീണ്ടും മനസ്സിൽ നിറയുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ പ്രത്യേകമായ ചില മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ചിട്ടി അങ്ങനെയുള്ള സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ പ്രതികൂലമായൊരു ദിവസമായിരിക്കും. ടാർഗറ്റ് തികയ്ക്കേണ്ടവർക്കും ഇന്ന് വളരെ പ്രതികൂലമായൊരു ദിവസമായിട്ട് കാണുന്നു. വാഹനങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് ഇന്ന് അത്ര അനുകൂലമായൊരു ദിവസമല്ല. വാഹനങ്ങൾക്ക് ചില അപകടങ്ങളൊക്കെ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളിലെല്ലാം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യവും നിങ്ങളുടെ ഇന്നത്തെ ഫലം മാത്രമാണ്. ഇന്നത്തെ ഫലം എന്ന് പറഞ്ഞാൽ ചന്ദ്രനെയും സൂര്യനെയും ആസ്പദമാക്കി നമ്മൾ പറയുന്ന ഫലമാണ്. എന്നാൽ നിങ്ങളുടെ ജാതകം, നിങ്ങളുടെ ദശാകാലങ്ങൾ, നിങ്ങളുടെ അപഹാരങ്ങൾ, ഛിദ്രങ്ങൾ ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് വരുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും വിപരീതമായി പറയുന്നുണ്ടെങ്കിൽ സമാധാനിക്കുക. നിങ്ങളുടെ ദശാകാലങ്ങൾ അനുകൂലമാണെങ്കിൽ, ഗോചരഫലം അനുകൂലമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ തന്നെ വരും. ഇതെപ്പോഴും മനസ്സിൽ ഉറപ്പിക്കുക. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അധ്യാപകർക്കും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കുമൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. അതേപോലെ വൈദ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല ഒരു ദിവസമായിരിക്കും. ഇന്ന് ചികിത്സ തുടങ്ങാൻ നല്ല ഒരു ദിവസമാണ് ഈ കൂറുകാർക്ക്. രോഗാദി ദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് പ്രതീക്ഷ നിറഞ്ഞ സഹായഹസ്തങ്ങൾ അല്ലെങ്കിൽ വൈദ്യസഹായങ്ങൾ ഒക്കെ വന്നു ചേരുന്നതാണ്. ഗ്രഹനിർമ്മാണത്തിന്, കെട്ടിട നിർമ്മാണത്തിനൊക്കെ ഒരുങ്ങുന്നവർക്കും ഇന്ന് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. അതേപോലെ ദീർഘനാളുകളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടന്നേക്കാം എന്നൊരു സൂചന വൈകുന്നേരത്തോടുകൂടി ലഭിക്കുന്നതാണ്. അടുത്തതായി ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തികമുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണാധിക്യമാണ് കാണുന്നത്. ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ്. എപ്പോഴും വിചാരിച്ചു കൊണ്ടിരുന്ന, ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ചില കാര്യങ്ങൾ പ്രാവർത്തികമാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിവാഹാദി കാര്യങ്ങൾ, കമിതാക്കൾക്ക് വിവാഹത്തിന് സമ്മതം ലഭിക്കുന്ന ദിവസമായിരിക്കും. വേർപാടിനൊരുങ്ങിയിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുന്നതായിരിക്കും. അതേപോലെ വസ്തുവകകളുമായി കൈകാര്യം ചെയ്യുന്നവർക്ക്, റിയൽ എസ്റ്റേറ്റുകാർക്ക്, വസ്തു കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. വാഹനമോ അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളെയോ ഒക്കെ കച്ചവടം നടത്താനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നൊരു അനുകൂലമായ ദിവസമായി കാണുന്നു. എഴുത്തുകാർക്ക് വളരെ നല്ല ഒരു ദിവസമാണ് ഇന്ന്. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഇതേ ഫലങ്ങളാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഒരു മേഖലകളിലുള്ളവർക്കും പ്രത്യേകമായി ഒന്നും കാണുന്നില്ല.
എല്ലാവരും ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദമുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ആശ്വാസകരമായ വാർത്തകൾ ലഭിക്കുന്നതാണ്. ശാരീരികമായ ക്ലേശം അനുഭവിക്കുന്നവർക്ക് വളരെ ആശ്വാസകരമായ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ്. സംഗീത ലോകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകൾ ലഭിക്കുക, അല്ലെങ്കിൽ പാടാൻ അവസരങ്ങൾ ലഭിക്കുക, അംഗീകാരം ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ് ഇത്. കലാകാരന്മാർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. ദീർഘയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ ട്രാവൽ ഏജൻസി പോലെയുള്ള ജോലിക്കാർക്കുമൊക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ചില ഇഴച്ചിൽ അല്ലെങ്കിൽ തൊഴിലിൽ ചില തടസ്സങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളുടെ നേരെയും ചോദ്യങ്ങളുണ്ടാകാം. മേലുദ്യോഗസ്ഥന്മാരുടെ ചോദ്യത്തിന് പത്രീഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഉദ്യോഗലബ്ധിക്കായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നു. അതേപോലെ വിദ്യാർത്ഥികൾക്ക് നല്ല ദിവസമാണ്. വിദ്യാഭ്യാസ മേഖലയുള്ളവർക്ക് നല്ല ദിവസമാണ്. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദംകാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചില മാനസിക സംഘർഷങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഇടപെട്ട് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നത് മൂലം മാനസികമായ സംഘർഷം അനുഭവപ്പെട്ടേക്കാം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില ആരോപണങ്ങൾക്കോ അല്ലെങ്കിൽ വൈഷമ്യങ്ങൾക്കോ ഇടയുണ്ട്. സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ നടത്തുന്നവർക്കും ഇന്ന് പ്രതികൂലമായൊരു ദിവസമായിരിക്കും. സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും പ്രതികൂലമായൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. അതേപോലെ മൊത്തത്തിൽ തൊഴിൽ മാന്ദ്യം അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ മൂലം ലീവ് എടുക്കേണ്ടിയൊക്കെ വന്നേക്കാം. അതേപോലെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർക്ക് മരുന്നെല്ലാം മാറേണ്ടതായ ഒരു ഘട്ടം വന്നിരിക്കുകയാണെന്ന് ഇന്ന് അനുഭവപ്പെട്ടേക്കാം. അതേപോലെ ദീർഘനാളായി ആഗ്രഹിച്ച പല കാര്യങ്ങൾക്കും ഇന്ന് ഒരു പ്രതീക്ഷ നിറഞ്ഞ മറുപടി ലഭിക്കുന്നതായിട്ട് കാണുന്നു. മൊത്തത്തിൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. എല്ലാ കാര്യത്തിനും സമാധാനം ഉണ്ടാകുന്നതാണ്. ചിങ്ങക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്തരം, കാല്. ഈ രാശിയിലുള്ളവർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ദോഷാധിക്യമുള്ള ഒരു ദിവസമാണ്. ചില അബദ്ധങ്ങളിലൊക്കെ ചെന്നുപെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായ ഇടപാടുകൾ ചില കഷ്ടനഷ്ടങ്ങൾ വരുത്തുവാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായ ഒരു ദിവസമായി കാണുന്നുവെങ്കിലും കഷ്ടനഷ്ടങ്ങൾ മനക്ലേശമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അതേപോലെ കച്ചവടക്കാർക്ക്, ബിസിനസ്സുകാർക്ക്, സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഇന്നൊരു മാന്ദ്യം അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ്. എന്നാൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആശ്വാസകരമായൊരു ദിവസമായിരിക്കും. അധികാരമുള്ള ജോലികളിൽ, പദവികളിൽ ഇരിക്കുന്നവർക്കും ആശ്വാസകരമായൊരു ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ കാലാവസ്ഥയും നല്ല ഒരു ദിവസവുമൊക്കെ ആയിരിക്കും. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, സാങ്കേതിക വിദ്യയിൽ പ്രഗത്ഭരായവർക്കൊക്കെ ഇന്ന് അംഗീകാരം ലഭിക്കുന്ന ഒരു ദിവസമാണ്. എല്ലാം കൊണ്ടും കുറച്ച് നല്ല ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത്. ഈശ്വര പ്രാർത്ഥന കൈവിടാതെ മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് വളരെ നാളുകൂടി വളരെ സമാധാനപരമായൊരു ദിവസം വന്നിരിക്കുകയാണ്. ഇന്ന് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്.
ദീർഘമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും തീരുമാനം എടുക്കുന്ന ഒരു ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ചില നല്ല തീരുമാനങ്ങൾ അനുകൂലമായി വരുന്ന ദിവസമാണ്. ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർക്കും ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. ബന്ധുക്കളെക്കുറിച്ചുള്ള മനപ്രയാസം, ബന്ധുക്കളുമായിട്ടുള്ള വഴക്ക്, തർക്കം, കലഹമൊക്കെ ഉണ്ടായിരുന്നവർക്ക് ഇന്നതെല്ലാം ഒത്തുതീർപ്പിലെത്തുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ വാഹനങ്ങൾക്ക് ചില തകരാറുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, വളരെ ശ്രദ്ധിക്കുക. മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഒരു നല്ല ദിവസമായിരിക്കും. പുതിയ പ്രോജക്റ്റുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. നമ്മളുടെ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിക്കാനായി ഒരു തീരുമാനമെടുക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ പുതിയ പുതിയ അംഗത്വം ഏതെങ്കിലും നല്ല രംഗത്ത് ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. സാമ്പത്തികമായി നിക്ഷേപങ്ങൾ നടത്തുന്നവർക്ക് നല്ല അനുകൂലമായ ദിവസമാണ് ഇന്ന്. അതേപോലെ ലാഭക്കച്ചവടം അല്ലെങ്കിൽ ഊഹക്കച്ചവടം അതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത്. അടുത്തതായി തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാധിക്യം വീണ്ടും കാണുകയാണ്. അതിന് ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. സാമ്പത്തിക നഷ്ടമാണ് പ്രധാനമായും കാണുന്നത്. മനക്ലേശത്തിന് ഇടവരുത്തുന്ന രീതിയിൽ സാമ്പത്തിക നഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇത് ബാധകമാണ്. പ്രത്യേകിച്ച് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒക്കെ ഇന്ന് പ്രതികൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിലും താരതമ്യേന ലാഭം കുറവായിരിക്കും. ദീർഘയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക്, വിദേശ പഠനത്തിനൊരുങ്ങുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. പെട്ടെന്നുള്ള യാത്രയിൽ ചില ധനനഷ്ടമൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ആഭരണമോ ധനമോ ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. മറവിയുള്ളവർ വളരെ ശ്രദ്ധിക്കുക. മറന്നു വച്ച് സാധനങ്ങൾ നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ഈ ഫലം അനുഭവവേദ്യമാണ്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന നഷ്ടങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നതാണ്. കുടുംബവുമായി ഉണ്ടായിരുന്ന സ്വരച്ചേർച്ചയില്ലായ്മയ്ക്ക് ചില ശമനമൊക്കെ കാണുന്നതാണ്. ഒരുപാട് നാളുകളായി അനുഭവിച്ചു പോരുന്ന മനപ്രയാസത്തിന് വിരാമമുണ്ടാകുന്നൊരു ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ആരോഗ്യകരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, അതായത് യോഗ, മെഡിറ്റേഷൻ, അതുപോലെ ഫിസിയോതെറാപ്പി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെ നിക്ഷേപം, സാമ്പത്തികമായ നിക്ഷേപത്തിന് ഒരുങ്ങുന്നവർക്ക് ഇന്ന് പ്രതികൂലമായ ദിവസമാണ്. സാമ്പത്തികമായ ഏതിടപാടുകളും ഇന്ന് അനുകൂലമായിരിക്കുകയില്ല. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുവെ അത്ര നല്ല ദിവസമായിരിക്കുകയില്ല. വാഹനങ്ങളുമായി സംബന്ധിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ധനുക്കൂറിൻ്റെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. ഉദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കുന്ന പല സഹായങ്ങളും വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. പല കാര്യങ്ങളും സംതൃപ്തിയോടുകൂടി ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായൊരു ദിവസമാണ്. എങ്കിലും തീയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ പ്രതികൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ ആയുധവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും പ്രതികൂലമായൊരു ദിവസമായിരിക്കുമെന്ന്.
വളരെ തീയുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഹോട്ടൽ പോലെ ഹോട്ടൽ, റിഗ്, ഗ്യാസ്, ഇതെല്ലാം തീയുമായി ബന്ധപ്പെട്ട, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം തീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഹോട്ടൽ പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ ഫലം ഉദ്ദേശിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും പരിഹാരം. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോയാൽ അപകടങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. അതേപോലെ കൊടുക്കൽ വാങ്ങലിന് നല്ല ദിവസമാണ്. നിക്ഷേപകർക്ക് നിക്ഷേപിക്കാനും നിക്ഷേപം നടത്താനും ഊഹക്കച്ചവടത്തിനുമൊക്കെ നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായൊരു ദിവസമായിരിക്കും. അസുഖങ്ങൾ ഉള്ളവർക്ക് അതിന് ഒരു ശാന്തി ലഭിക്കുന്ന ദിവസമാണ്. അതേപോലെ നൈറ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ട് ഉള്ള ജോലി ചെയ്യുന്നവർ, അവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. സന്തോഷകരമായ പല അനുഭവങ്ങളും ഇന്ന് വന്നു ചേരാം. സുഹൃത്തുക്കളെ കണ്ടുമുട്ടാം. അതേപോലെ ഒരു ബാഡ് ഹാബിറ്റും നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത്. അങ്ങനെ ഉണ്ടായാൽ ചില അനർത്ഥങ്ങളൊക്കെ, ചില കഷ്ടനഷ്ടങ്ങളൊക്കെ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇന്ന് അനുഭവിക്കേണ്ടതായി വരും. നമ്മളെ സ്നേഹിക്കുക. നമ്മുടെ ശരീരം ക്ഷേത്രമാണ്. ഇതിലെ പ്രതിഷ്ഠയാണ് നമ്മുടെ പരമാത്മാവിൻ്റെ അംശമായ ആത്മാവ്. അതുകൊണ്ട് നമ്മുടെ ശരീരം എപ്പോഴും ശുദ്ധമായിരിക്കണം, നമ്മുടെ മനസ്സും ശുദ്ധമായിരിക്കണം. നമ്മുടെ ശരീരം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറാണ്. അതിലടച്ചു വച്ചിരിക്കുന്ന ആത്മാവാണ്. ശരീരം നോക്കിയില്ലെങ്കിൽ, ശരീരം കേടായാൽ, പാത്രം പൊട്ടിയാൽ നമ്മുടെ ജീവൻ പുറത്തു പോകുന്നതാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും, ഈ കൂറുകാർ മാത്രമല്ല, എല്ലാ കൂറുകളിലും വരുന്ന ഏതെങ്കിലും മനപ്രയാസം കൊണ്ട് എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാനാണ് എൻ്റെ ആഗ്രഹം നിങ്ങളോട് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത്തരത്തിലുള്ള സ്വഭാവക്കാർക്ക് ചില പ്രശ്നങ്ങളൊക്കെ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് ഉള്ളത്. സമാധാനപരമായി പല കാര്യങ്ങളും പറഞ്ഞു തീർക്കാനും അല്ലെങ്കിൽ ഒത്തുതീർപ്പിലെത്താനും ഒക്കെ ഇന്ന് നല്ലൊരു ദിവസമായിരിക്കും. വസ്തു വാങ്ങാനോ അല്ലെങ്കിൽ വീട് വയ്ക്കാനോ വീട് മോടി പിടിപ്പിക്കാനോ ഒക്കെ പുനരുദ്ധാരണം ചെയ്യാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് നല്ല ഒരു ദിവസമായിരിക്കും. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാമെങ്കിലും വൈകുന്നേരത്തോടുകൂടി ആശ്വാസകരമായ അനുകൂലമായ മറുപടികൾ ലഭിക്കുന്നതാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ സംതൃപ്തിയോടുകൂടി ജോലി ചെയ്ത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്ന ദിവസമായിരിക്കും. നിക്ഷേപകർക്ക് ഇന്ന് അത്ര നല്ല ദിവസമല്ല. അതായത് നമ്മുടെ ഈ ഊഹക്കച്ചവടം അല്ലെങ്കിൽ ലഘു നിക്ഷേപങ്ങൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇന്ന് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കില്ല. കുടുംബാന്തരീക്ഷം വളരെ ശാന്തമായി കാണുന്നു. സന്താനങ്ങൾക്ക് നല്ല സന്തോഷം, അഭിവൃദ്ധിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ സന്തോഷിക്കാനൊക്കെ സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഗ്രഹത്തിൽ ചില സമാധാനക്കുറവോ ബന്ധുക്കളുടെ വേർപാടോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ അലട്ടാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ശാന്തമായിരുന്ന ചില അന്തരീക്ഷമൊക്കെ കലുഷിതമാകാൻ സാധ്യതയുണ്ട്. അതേപോലെ ജോലിഭാരം കൊണ്ട്
ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. എന്നാൽ നല്ല നല്ല കാര്യങ്ങൾ, പുതിയ സംരംഭങ്ങൾ അവരെ തേടി വരാനും പ്രതീക്ഷകളുണ്ടാകാനും ഉച്ചയ്ക്ക് ശേഷം സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായൊരു സമയമായിരിക്കും. സന്താനങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷ വളരെ അനുകൂലമായി തന്നെ സംഭവിക്കുന്നതാണ്. അവർക്ക് വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കുകയോ അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായ ഒരു വരുമാനം അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു അവസരം വന്നു ചേരുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. വിവാഹാധികാരികൾക്ക് ആകാംക്ഷയുള്ളവർക്ക് വിവാഹം നടത്താനുള്ള തീരുമാനമെടുക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ക്ഷേത്ര ദർശനത്തിന് ഭാഗ്യം കാണുന്നു. ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും കുടുംബത്തോടൊത്ത്, പ്രത്യേകിച്ച് ഭാര്യയോടോ ഭർത്താവിനോടോ ഒക്കെ ഒത്ത് കുട്ടികളുമായി സന്തോഷത്തോടു കൂടി സഞ്ചരിക്കാനുമൊക്കെ വൈകുന്നേരം നല്ല ഒരു ദിവസമായി കാണുന്നു. എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ചെറുകിട വ്യവസായങ്ങൾ നടത്തുന്നവർക്ക്, സ്വന്തമായി ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണും വരെ സർവേശ്വരൻ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു.